ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിൽ അച്ഛൻ. അച്ഛൻ വചനം പ്രഘോഷിച്ചാൽ പോരെ? എന്തിനാണ് ഇങ്ങനെ പരസ്യമായി സോഷ്യൽ മീഡിയയിൽ വന്ന് പലരെയും എതിർക്കുന്നത്? ഇനി എതിർക്കണമെങ്കിൽ തന്നെ അച്ഛന് നേരിട്ട് പറഞ്ഞാൽ പോരെ? നിങ്ങൾ നേരിട്ട് പറയാൻ ചെല്ലു, അപ്പൊ കാണാം എന്താ അവസ്ഥ എന്ന് ഈ പറഞ്ഞ ആളുകളോട്. പക്ഷെ ഞാൻ ചെയ്യാത്തത് അതുകൊണ്ടല്ല. ഞാൻ ആരെയാണോ എതിർക്കുന്നത് അവരുടെ പ്രവൃത്തി സഭയെ മൊത്തത്തിൽ ബാധിക്കുന്നു, ദൈവജനത്തെ വഴിതെറ്റിക്കുന്നു. ദൈവജനം വഴിതെറ്റാൻ പാടില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ ബൈബിളും സഭാശാസ്ത്രവും ലിറ്റർജിയും ദൈവശാസ്ത്രവും നമ്മുടെ തനത് ദൈവശാസ്ത്രവും എല്ലാം അടിസ്ഥാനമാക്കിയിട്ടാണ്. അത് പിഞ്ചല്ലാത്തവര് അവരുടെ തെറ്റായ നടപടി തിരുത്തുക തന്നെയാണ് വേണ്ടത്. ഞാൻ എന്തുകൊണ്ടിങ്ങനെ പരസ്യമായി സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നു എന്നതിന് ഉത്തരം ഈശോ തന്നെ നൽകിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തില് സഭയിലെ നേതാക്കന്മാരെ അഭിസംബോധന ചെയ്ത കർത്താവ് സംസാരിക്കണേ. ഈ ചെറിയവരിൽ ഒരുവിന് ഇടർച്ച നൽകുന്നതിനേക്കാൾ നല്ലത് കടലിന്റെ ആഴത്തിൽ കെട്ടിത്തൂക്കപ്പെടുന്നതാണെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കർത്താവിന്റെ നേതാക്കന്മാരുടെ സ്വകാര്യം മറ്റു പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? ഇതെന്തിനാണ് എഴുതി വെച്ചിരിക്കുന്നത്? എന്തിനാണ് 23-ാമത്തെ അധ്യായം, മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായം എത്ര പ്രാവശ്യമാണ് കർത്താവ് അന്നത്തെ മത നേതാക്കന്മാരെ ഹാ കഷ്ടം, ഹാ ദുരിതം, ഹാ ശാപം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്? ഈ സ്നേഹത്തിന്റെ അവതാരമായ ക്രിസ്തു തന്നെയല്ലേ അത് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ മത്തായിയുടെ സുവിശേഷം 23 വായിച്ചിട്ടുണ്ടോ? അന്നത്തെ മത നേതാക്കന്മാർക്കെതിരെ കർത്താവ് എന്തിനാണ് പരസ്യമായി ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്? നേരിട്ട് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? അത് എഴുതി വെക്കേണ്ട കാര്യമുണ്ടോ? മലർന്ന് കിടന്ന് തുപ്പേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഈശോ തീർന്നില്ല. ഈശോയെ വിചാരണ ചെയ്യുമ്പോൾ ഈശോ എന്താ പറഞ്ഞത്? അന്നത്തെ മതപുരോഹിതന്മാരോട് ഞാൻ പരസ്യമായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്, രഹസ്യമായിട്ടൊന്നുമില്ല, പരസ്യമായിട്ടാണ്. അതുകൊണ്ട് ഞാൻ എന്താ പഠിപ്പിച്ചെന്ന് ജനങ്ങളോട് ചോദിക്കാന്നാ പറഞ്ഞേ. സാധാരണക്കാരായ മനുഷ്യരെയല്ലേ കർത്താവ് പഠിപ്പിച്ചത്? അതല്ലേ എഴുതി വെച്ചിരിക്കുന്നത്? സ്വകാര്യമായിട്ട് പഠിപ്പിക്കുക ചെയ്തത്? ഞാൻ പരസ്യമായിട്ട് പഠിപ്പിച്ചെന്നാ പറഞ്ഞത്. മാണിപ്പറമ്പിൽ അത് തന്നെ പറയുന്നു, പരസ്യമായിട്ടാണ് പഠിപ്പിക്കുന്നത്. കാരണം എല്ലാ ദൈവജനത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അത് സ്വകാര്യത്തിൽ ആരോട് നേരിട്ട് ചെന്ന് പറയേണ്ട കാര്യങ്ങളല്ല. ഞാൻ ആർക്കെതിരെയാണോ പ്രസംഗിക്കുന്നത് അവരുടെ നടപടികൾ ദൈവജനത്തെ വഴിതെറ്റിക്കുന്നു, പാഷാണ്ഡത്തിലേക്കും ശീഷ്മയിലേക്കും നയിക്കുന്നു. അതിന് തടയിടുക എന്ന ദൗത്യം കർത്താവിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഓരോ ക്രിസ്ത്യാനിയെയും ഏൽപ്പിച്ചിട്ടുണ്ട്. ഓരോ ക്രിസ്ത്യാനിയെയും ഞാൻ ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും ചെയ്യണം. ചെയ്യാൻ പറ്റില്ലെങ്കിൽ ചുരുങ്ങി വിട്ട് നല്ല കമന്റെങ്കിലും ഇടണം, മിനിമം. അല്ലെങ്കിൽ വീഡിയോ പലർക്ക് അയച്ചു കൊടുക്കണം. എനിക്ക് പറയാനുള്ളത് ഈ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കേൾക്കുന്നും പറഞ്ഞ്. അതൊക്കെയാണ് സുവിശേഷ പ്രഘോഷണത്തിൽ നിങ്ങൾക്ക് ചേരാവുന്ന പങ്ക് ചേരാവുന്നത്. പിന്നെ കർത്താവ് ഈശോ മിശിഹ വ്യാജ പ്രവാചകന്മാർ വരുമെന്നും കള്ളപ്രവാചകന്മാർ വരുമെന്നും അവരുടെ ജാഗ്രത പാലിക്കണമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും കള്ളപ്രവാചകന്മാരുണ്ട്, വ്യാജ പ്രബോധകന്മാരുണ്ട്, അന്നുണ്ട്, അകത്തുണ്ട്, പുറത്തുണ്ട്. പിന്നെ പത്രോസ്ലീഹ എന്തിനാ 2-ാമത്തെ ലേഖനം എഴുതിയത്? സഭയിലെ ചില മെത്രാന്മാർക്കെതിരെ അല്ലേ? യോഹന്നാന്റെ ലേഖനങ്ങൾ 1, 2, 3 ലേഖനങ്ങൾ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു മെത്രാന്റെ. ആ മെത്രാൻ സ്ലീഹന്മാരെ അവഗണിക്കുന്നു, അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞ്. ഇത് നമ്മുടെ വേദപുസ്തകമാണ്, ദൈവവചനം. പത്രോസും യോഹന്നാനും പിന്നെ യൂദാസ്ലീഹായും ഒക്കെ മെത്രാന്മാർക്കെതിരെ എഴുതിയിരിക്കുന്നു. പൗലോസ്ലീഹ എത്രയോ പ്രാവശ്യം എഴുതിയിരിക്കുന്നത്. അതൊക്കെ സ്വകാര്യമായിട്ട് പറഞ്ഞേ, നേരിട്ട് പറയേ. പിന്നെ എന്തിനാ നമ്മൾ ബൈബിളിൽ എന്തിനാണ് അതൊക്കെ? ഇതൊന്നും പഠിക്കാതെ ധൂർത്തപുത്രന്റെ കഥ മാത്രം പഠിച്ചുകൊണ്ടിരുന്നാൽ ദൈവവചനമാകില്ല. ദൈവവചനം എന്ന് പറഞ്ഞാൽ ബൈബിളിലുള്ളത് മുഴുവനാണ്. അത് കൃത്യമായി പഠിക്കുകയും പ്രഘോഷിക്കുകയും വേണം. നമ്മുടെ ധ്യാനങ്ങളൊക്കെ നല്ലതാണ്. ഞാൻ ധ്യാന പ്രസംഗത്തിൽ ഒരുപാട് 18-ാമത്തെ വയസ്സിൽ ധ്യാനിപ്പിക്കാൻ തുടങ്ങിയതാണ്. ഞാൻ അച്ഛനായിട്ടല്ല, അതിനു മുമ്പ് തന്നെ പട്ടം കിട്ടിയ വർഷം തൊട്ട് ഞാൻ ധ്യാനിപ്പിക്കുന്നതാണ്. പലപ്പോഴും പലരും സീനിയേഴ്സ് ആവുമ്പോൾ ധ്യാനിപ്പിച്ച് തുടങ്ങുക. ഞാൻ പട്ടം കിട്ടിയ വർഷം തൊട്ട് അച്ഛന്മാരെയും കന്യാസ്ത്രീമാരെയും ധ്യാനിപ്പിക്കുന്നതാണ്. 18-ാമത്തെ വയസ്സിൽ ഇല്ലേ ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയതാണ്, വചനപ്രഘോഷണം. അതിൽ നമ്മൾ രോഗശാന്തിയും സൗഖ്യവും ഒക്കെ പറയും. പക്ഷേ വചനമായിട്ട് തന്നെ പറയണം. അതിനാൽ ഈ മലർന്നു കിടന്ന് തുപ്പുന്നു അല്ലേ, പിന്നെ പറയുന്നത് ഞങ്ങൾക്ക് അച്ഛന്മാരോടും മെത്രാന്മാരോടുള്ള ബഹുമാനം കുറയുന്നു. പാഷാണ്ഡത പഠിപ്പിക്കുന്ന ശീഷ്മ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരോട് ഒരല്പം ബഹുമാനം കുറഞ്ഞ തെറ്റൊന്നുമില്ല. മനസ്സിലായ? സഭയിൽ വിഭാഗീയത ഉണ്ടാക്കാനും പാഷാണ്ഡത പഠിപ്പിക്കാനും ശ്രമിക്കുന്നവരോട് ഒരല്പം ബഹുമാനം കുറയുന്നത് തെറ്റൊന്നുമില്ല. വിശുദ്ധരായ വൈദികരും വിശുദ്ധരായ മെത്രാന്മാരുണ്ടെങ്കിൽ തൊട്ടുമുത്തും അന്നും ഇന്നും ഒരു ബഹുമാനം കുറവുമില്ല. പിന്നെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നതാണ് ബഹുമാനം എന്നൊന്നും വിചാരിക്കരുത്. ബഹുമാനത്തിന് പ്രകാശനമൊക്കെയാണ് അത്. പണ്ട് ഗുരുക്കന്മാരെ കാണുമ്പോൾ അങ്ങനെയായിരുന്നു, ഇപ്പൊ അങ്ങനെയാണോ? അല്ലല്ലോ.
പണ്ട് പോലീസിനെ കണ്ട പേടിയായിരുന്നു. ഇപ്പൊ നമ്മൾ ചോദ്യം ചെയ്യല്ലേ അവരുടെ തെറ്റായ നടപടി കണ്ടാല്. അപ്പൊ അത് ഈ ബഹുമാനം എന്ന് പറയുന്നത് അതിന് പല പല രീതികളുണ്ട്. ഈ എന്ത് തെറ്റ് ചെയ്താലും ബഹുമാനം കൊടുക്കണം, കിട്ടണം എന്ന് പറയുന്നത് ന്യായമായ രീതി അല്ലല്ലോ. അതല്ലല്ലോ, ശരിയല്ലല്ലോ അത്. പിന്നെ സഭാപിതാക്കന്മാര്, നിങ്ങൾ ഈ സ്ലീഹന്മാരുടെ തൊട്ട് പിന്നാലെ വരുന്നതാണ് സഭാപിതാക്കന്മാര്. അന്ത്യോക്യയിൽ ഇഗ്നേഷ്യസ് ഒരു കുഞ്ഞിനെ കർത്താവ് ഇങ്ങനെ പൊക്കി പിടിച്ചില്ലേ, ഇല്ലേ, നിങ്ങൾ ശിശുക്കൾ പോലെ ആകണമെന്ന് പറഞ്ഞ അതാണ് ആ ആളാണ് അന്ത്യോക്യയിൽ വിശുദ്ധ ഇഗ്നേഷ്യസ്. അദ്ദേഹം ക്രിസ്തുവർഷം 108 മരിച്ചത്. അദ്ദേഹം വളരെ ശക്തമായി ഒരു പാഷാണ്ഡതയ്ക്കെതിരെ പടപൊരുതിയിട്ടാണ് മരിച്ചത്. ഡൊസറ്റിസിസം എന്ന് പറയുന്നത്, അതായത് ദൈവം മനുഷ്യനായി ഇല്ലെന്നും മനുഷ്യനായി കാണപ്പെട്ടതേ ഉള്ളുവെന്നും ഒരു പാഷാണ്ഡതയുണ്ടായി. ദൈവം മനുഷ്യനായി ഇല്ല, യഥാർത്ഥ മനുഷ്യനായി ഇല്ല, അവൻ മനുഷ്യനെ കാണപ്പെട്ടതേ ഉള്ളൂ എന്ന ഒരു പാഷാണ്ഡത, വേദവിപരീതം. അതിനെതിരെ ശക്തമായി എഴുതിയ ആളാണ് യോഹന്നാൻ ശ്ലീഹ. അതിനെതിരെ ശക്തമായി പടപൊരുതിയ ഒരാളാണ് ഈ അന്ത്യോക്യയിൽ വിശുദ്ധ ഇഗ്നേഷ്യസ്. അപ്പോൾ സത്യവചനത്തിനെതിരെ, സത്യവിശ്വാസത്തിനെതിരെ ആളുകൾ വരും. അതിനെതിരെ പടപൊരുതുക എന്നുള്ളത് ഓരോ ക്രിസ്ത്യാനിക്കും നൽകപ്പെട്ടിരിക്കുന്ന വിളിയാണത്. ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്നോടൊപ്പം കൂടുകയാണ് വേണ്ടത്. ഞാൻ സത്യമാണ് പ്രഘോഷിക്കുന്നതെങ്കിൽ, ഞാൻ തെറ്റാണ് പ്രഘോഷിക്കുന്നത് നിങ്ങൾക്ക് എതിർക്കും ചെയ്യാം. ഞാൻ പ്രഘോഷിക്കുന്നത് ബൈബിളാണോ, സഭാശാസ്ത്രമാണോ, ലിറ്റർജിയാണോ, നമ്മുടെ തനത് ദൈവശാസ്ത്രമാണോ എന്നൊക്കെ പരിശോധിക്കാം. പിന്നെ വിശുദ്ധ ഇരണൈവോസ്, അതുപോലെ പുസ്തകത്തിന്റെ പേരെന്താണ്, വളരെ ലോകപ്രശസ്തമായ പുസ്തകത്തിന്റെ പേര് അഡ്വേഴ്സസ് ഹെറസോസ്. ആ വാക്ക് ഹെറസിസ് വാക്ക് പത്രോസിന്റെ ലേഖനത്തിലുണ്ട്. ഹെറസി, വേദവിപരീതം, പാഷാണ്ഡതകൾക്കെതിരെ എന്നാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര്. പാഷാണ്ഡതകൾക്കെതിരെ മുഖ്യമായും 2 പാഷാണ്ഡതകൾക്കെതിരെയാണ് അദ്ദേഹം പടപൊരുതിയത്. ഒന്ന് ജ്ഞാനവാദം, ഗ്നോസ്റ്റിസിസം. ശരീരം തിന്മയാണെന്നും ആത്മാവ് മാത്രമേ നന്മയുള്ളൂവെന്നും അതുകൊണ്ട് ആത്മാവിന്റെ കാര്യം നോക്കിയാൽ മതി, ശരീരം കൊണ്ട് എന്ത് പാപം ചെയ്യാം, അങ്ങനെ പഠിപ്പിച്ച ഈ ജ്ഞാനവാദം, ഗ്നോസ്റ്റിസിസം, അതിനെതിരെ. പിന്നെ പഴയ നിയമം വേണ്ട, പുതിയ നിയമം മാത്രം മതി എന്നുള്ള ഒരു പാഷാണ്ഡത. ഈ 2 പാഷാണ്ഡതകൾക്കെതിരെയാണ് മെയിനായിട്ട് വിശുദ്ധ ഇരണൈവോസ്, ലിയോൺസിൽ വിശുദ്ധ ഇരണൈവോസ്. അദ്ദേഹം ജനിച്ചത് 130, ക്രിസ്തുവർഷം 130, മരിച്ചത് 202. അദ്ദേഹം വളരെ ശക്തമായി വാദിച്ചിട്ടാണ് ഈ യോഹന്നാന്റെ സുവിശേഷം, 4ാമത്തെ സുവിശേഷം സഭ ഔദ്യോഗികമായി അംഗീകരിക്കാൻ പോലും കാരണം. അതും ക്രിസ്തുവർഷം 200. അപ്പൊ ഈ പാഷാണ്ഡതകൾക്കെതിരെ എന്ന പുസ്തകം എഴുതിയ ആളാണ് സഭാപിതാവ് വിശുദ്ധ ഇരണൈവോസ്. പിന്നെ ടെർട്ടുല്യൻ, അദ്ദേഹം ജനിച്ചത് കാർത്തേജിലെ ടെർട്ടുല്യൻ, ആഫ്രിക്കയിലെ 155 അദ്ദേഹം ജനിച്ചത്, ക്രിസ്തുവർഷം 240 അദ്ദേഹം മരിച്ചു. അദ്ദേഹം പടപൊരുതിയത് നെസ്റ്റോറിയനിസം എന്നുള്ള ആ പാഷാണ്ഡതയ്ക്കെതിരെയാണ്. നെസ്റ്റോറിയസിന്റെ പേരുള്ള ഈ ഒരു അനാഫറ നമുക്കുണ്ട്. അത് നെസ്റ്റോറിയൻ അല്ല. നെസ്റ്റോറിയസ് വാസ് നോട്ട് എ നെസ്റ്റോറിയൻ എന്നാണ് പറയുക. നെസ്റ്റോറിയസ് എന്ന് പറഞ്ഞ മെത്രാൻ നെസ്റ്റോറിയൻ ആയിരുന്നില്ല. നെസ്റ്റോറിയൻസ് പറയുന്നത് നമ്മുടെ ഇപ്പൊ തൃശ്ശൂർ നമ്മൾ സൊറായിക്കാരെന്നൊക്കെ പറയില്ലേ, അവരാണ് ഈ നെസ്റ്റോറിയൻസ് എന്ന് പറയണേ. പക്ഷെ അവരും കത്തോലിക്ക സഭയ്ക്ക് വളരെ കാര്യങ്ങളിൽ ചേർച്ചയുണ്ട്, പക്ഷെ ചില കാര്യങ്ങളിൽ അബദ്ധമുണ്ട്. ഈ നെസ്റ്റോറിയനിസം എന്ന് അന്നത്തെ ശരിക്കും നെസ്റ്റോറിയനിസം എന്ന് പറയുന്നത് ക്രിസ്തു എന്നത് ഒരാളല്ല 2 ആളെന്നാണ് അവർ പറയണേ. ഈ നെസ്റ്റോറിയനിസം, അതിനെതിരെ പടപൊരുതിയ ആളാണ് ടെർട്ടുല്യൻ. പിന്നെ അലക്സാണ്ട്രിയയിൽ വിത്ത് അത്തനാസിയോസ്, 296 അദ്ദേഹം ജനിച്ചത്, 373 അദ്ദേഹം മരിച്ചത്. ആര്യനിസത്തിനെതിരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു ആര്യനിസം. അതിനെതിരെ അദ്ദേഹം എടുത്ത വാൾ എന്ന് പറയുന്നത് നിത്യവിശ്വാസ പ്രമാണമാണ്. നിത്യവിശ്വാസ പ്രമാണം അതിനെ ന്യായവൽക്കരിച്ചുകൊണ്ടാണ് ഈശോ ദൈവപിതാവിന് തുല്യനായ ദൈവിക ആളാണ്, അതല്ലെന്നാണ് ഈ ആര്യനിസം പറഞ്ഞത്. ഇപ്പോഴത്തെ യഹോവ സാക്ഷികള്. അപ്പോൾ ഞാൻ എന്തിനാണ് യഹോവ സാക്ഷികൾക്കെതിരെ, പെന്തക്കോസ്തക്കാർക്കെതിരെ, ക്രിസ്റ്റാഡൽഫിൻസിനെതിരെ, ബോണഗൻ ക്രിസ്ത്യൻസിനെതിരെ, പ്രൊട്ടസ്റ്റന്റുകാർക്കെതിരെ എന്ന് പറയുന്നതിന് ഉത്തരമാണ് ഈ സഭാപിതാക്കന്മാര്. ഈശോ മിശിഹായും സ്ലീഹന്മാരും സഭാപിതാക്കന്മാരും ചെയ്ത കാര്യേ ഈ തലമുറയിൽ ഞാൻ ചെയ്യുന്നുള്ളൂ. അത് ചാവറച്ചന്റെ തലമുറയിൽ ചാവറച്ചൻ ചെയ്തിട്ടുണ്ട്, വിശുദ്ധന്മാരൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റേതായ തരത്തിൽ ചെയ്യുന്നു. ഞാൻ ചെയ്യുന്നതാണ് ശരി. കാരണം ഈശോ ചെയ്തതാണ്, സ്ലീഹന്മാർ ചെയ്തതാണ്, സഭാപിതാക്കന്മാർ ചെയ്തതാണ്, വിശുദ്ധർ ചെയ്തതാണ്. അതിനാൽ സുവിശേഷ പ്രഘോഷണം എന്ന് പറഞ്ഞാൽ വെറുതെ കാരുണ്യം, സ്നേഹം, വാത്സല്യം എന്ന് പറയുന്നത് മാത്രമല്ല, കൃപാവിശ്വാസം എന്ന് പറയുന്നത് മാത്രമല്ല, ഈ തെറ്റായ കാര്യങ്ങൾക്കെതിരെയുള്ള പ്രഘോഷണവും നമ്മുടെ സത്യവിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി മരണം വരെ വരിക്കാൻ തയ്യാറായിട്ടുള്ള നിലപാടുമാണ്. അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നിങ്ങൾ ആര് വിചാരിച്ചാലും നടക്കില്ല.
അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പരസ്യമായി പഠിപ്പിക്കുന്നതെന്ന് ഞാൻ ഉത്തരം നൽകുകയാണ്. ജനങ്ങള് എന്തുമാത്രം ജനങ്ങളാണ് ഈ തെറ്റായ നിലപാടുകൾ കാരണം, ഈ പാഷാണ്ഡതയും വേദവിപരീതവും ശീഷ്മയും വിഭാഗീയതയും കാരണം ആളുകൾ ഇടർച്ചയിലാകുന്നത്. അവർക്ക് സത്യവഴി, ശരിയായ വഴി പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അത് തുടരാനാണ് കർത്താവ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. തുടരുക തന്നെ ചെയ്യും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.